രാഷ്ട്രപതി എന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയും ആദ്യത്തെ ട്രൈബൽ വിഭാഗങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയുമാണ്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷം, ഈ രാജ്യത്തെ പ്രതിപക്ഷം പല തവണയായി അവർക്കെതിരെ വ്യക്തിപരമായും അല്ലാതെയും അധിക്ഷേപങ്ങളും ആരോപണങ്ങളും നടത്തി വരുന്നൊരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. രാഷ്ട്രപതിയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അത് രാജ്യത്തിന്റെ പരമാധികാരത്തെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷം നടത്തി വരുന്നത് തന്നെ. ഇതിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പ്രസ്താവന. No comment. No, the president was getting very tired by the end. Repeating the same thing again No, and she again. could hardly speak, poor thing. थोड़ा पीछे हो जाएगा आ रही है तो क्या करें आ रही है. I'm going to leave. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിരുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വിവാദമായി മാറിയത്. രാഷ്ട്രപതി വ്യാജ വാഗ്ദാനങ്ങളാണ് നടത്തിയതെന്നും പാവസ്ത്രീ അവസാനമാകുമ്പോഴത്തേക്കും ക്ഷീണിച്ചെന്നും സോണിയാഗാന്ധി പരിഹാസ രൂപേണ പറയുകയാണ് ചെയ്യുന്നത്. പ്രസംഗം വിരസമാണെന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിലാണ് സോണിയാഗാന്ധിയോട് ചോദിക്കുന്നത്. ഒരേ കാര്യങ്ങൾ തന്നെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നുണ്ട്. ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിലെ വീഡിയോയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളതാണ്. ഈ പരിഹാസത്തിന് പിന്നാലെ ഭരണപക്ഷം ഒരുപോലെ സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കെതിരെ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും, കേന്ദ്രമന്ത്രിമാരും, പ്രധാനമന്ത്രി അടക്കം പ്രതിപക്ഷത്തിനെ വിമർശിച്ചിരുന്നു. കാരണം സോണിയാഗാന്ധിയുടെ പ്രസ്താവന നടന്ന മണിക്കൂറുകൾക്കകം ഡൽഹിയിൽ തന്നെ റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞത് ഭരണഘടനയെയും മുഴുവൻ ആദിവാസി സമൂഹത്തെയുമാണ് സോണിയാഗാന്ധി അപമാനിച്ചതെന്നാണ്. കാരണം ഇത്തരത്തിൽ ആദിവാസി സമൂഹത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയ ഒരു വനിതയെ തുടർച്ചയായി പ്രതിപക്ഷം ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി മുൻനിർത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം വന്നത്. ഇതിലെ മറ്റൊരു സംഗതി എന്തെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരം വിമർശനങ്ങൾക്കെതിരെ രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണം ഉണ്ടാവാറില്ലാത്തതാണ്. എന്നാൽ ഇന്നലെ നേരെ തിരിച്ച്, ഇന്നലെ വൈകുന്നേരം തന്നെ രാഷ്ട്രപതി ഭവൻ ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ അപമാനകരമായ പ്രസ്താവനയുടെ തലമാണ് ഈ രാഷ്ട്രപതി ഭവന്റെ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. അതായത് നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് രാഷ്ട്രപതി ഒരിക്കലും ക്ഷീണിതയായിട്ടില്ലെന്നും സോണിയാഗാന്ധിയുടെ പരാമർശം അംഗീകരിക്കാനാവില്ലെന്നും പ്രസ്താവന ദൗർഭാഗ്യകരവും ഒഴിവാക്കേണ്ടതുമായിരുന്നു എന്നാണ് രാഷ്ട്രപതി ഭവൻ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രപതിക്ക് നേരെ ഇത്തരത്തിൽ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2022 ജൂലൈയിൽ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപത്നി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിവാദ പ്രസ്താവന നടത്തിയത്. ഇതേ തുടർന്ന് അന്ന് പാർലമെന്റിൽ വലിയ ബഹളമുണ്ടായി. 2022 തന്നെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് മന്ത്രിയായിരുന്ന അഖിൽ ഗിരി ഇതേ പ്രസിഡന്റിനെതിരെ വ്യക്തിയധിക്ഷേപം നടത്തുകയും അന്നത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ലീഡറായ മമതാ ബാനർജി നേരിട്ട് മാപ്പ് പറഞ്ഞാണ് ആ വിവാദങ്ങളിൽ നിന്ന് തലയൂരിയത്. ഇനി രാഷ്ട്രപതിക്കെതിരായ അധിക്ഷേപങ്ങളിൽ കേസെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഇടുന്ന വകുപ്പുകൾ ഒന്ന് ഡിഫമേഷനാണ്, മാനനഷ്ട കേസാണ് ഒന്ന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഉള്ളതൊന്ന് 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ എന്നുള്ളതാണ്, ഓണർ ആക്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് കണ്ടംപ്റ്റ് ഓഫ് ഗവൺമെന്റ് ആണ്, സെക്ഷൻ 505 ഓഫ് IPC. ഇത് മൂന്നും ഏതാണെങ്കിലും 2 കൊല്ലത്തിൽ കുറയാതുള്ള ശിക്ഷയും പിഴയുമാണ് ഇതിന്റെ ശിക്ഷയായിട്ട് വിധിക്കപ്പെടുന്നത്. ബജറ്റ് സമ്മേളനമാണ് നടക്കുന്നതെങ്കിലും സോണിയാഗാന്ധി നടത്തിയ പ്രസ്താവന വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഭരണഘടനയെ പറ്റി ചർച്ച നടന്ന സമയത്ത് അംബേദ്കറെ പറ്റി അമിത്ഷാ മോശമായി സംസാരിച്ചെന്ന് പറഞ്ഞ് പ്രതിപക്ഷം വലിയ ബഹളം നടത്തിയിരുന്നു. അപ്പം
ഭരണപക്ഷത്തിന് തിരിച്ചടിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരങ്ങളിലൊന്നാണ് ഈ രാഷ്ട്രപതിക്കെതിരെ സോണിയാഗാന്ധി നടത്തിയ പരാമർശം. ഇത് ശ്രദ്ധിക്കേണ്ട വസ്തു എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ കോൺഗ്രസും സോണിയാഗാന്ധിയും ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു കക്ഷിയും ഇതുവരെയും സോണിയാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പരാമർശത്തെ ന്യായീകരിച്ചോ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.